നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്നൊരു കട്ടൻ ചായയിൽ തുടങ്ങാമെന്ന് വെച്ച് നേരെ കെറ്റിലിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഗ്ലാസ് അങ്ങോട്ട് എടുത്തു, ഒരു ടീ ബാഗ് ഇട്ടു, കുറച്ച് വെള്ളം, നല്ല തിളച്ച കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ചായ റെഡി. ഇനി കോളേജിൽ പോകാനുള്ള പരിപാടി നോക്കണം. കാരണം കാലത്ത് എണീറ്റ് പോക്ക് എന്ന് പറയുന്നത് ഒരുമാതിരി മറ്റോടത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കാലത്ത് പൊതുവെ മ്ലാനതയാണ്. പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് നോക്കാൻ വേണ്ടി പുറത്ത് പോയി നോക്കുന്നതാണ്. കാരണം ജാക്കറ്റ് തീരുമാനിക്കണമല്ലോ. അത് കഴിഞ്ഞ് വന്ന് പിന്നെ മ്ലാനതയിൽ ഇരുന്ന് പല്ല് തേപ്പാണ്. പിന്നെ കെറ്റിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഇത്തിരി ചൂട് കിട്ടാനും കൂടിയാണ്. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറൽ ഒരു ചെറിയ ജാക്കറ്റ് ഇട്ടാൽ കാരണം അതിനുള്ള തണുപ്പേ ഉള്ളൂ പുറത്ത്. പക്ഷേ ചിലപ്പോൾ അത് കൂടാം, കുറയാൻ ഭാഗ്യം പോലെയാണ്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോണേക്കാളും മുന്നേ ബിസ്ക്കറ്റ് കഴിക്കൽ. ബിസ്ക്കറ്റാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പൊതുവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇന്ന് നല്ല വിശപ്പ് എന്താണാവോ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു 10 ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിച്ചു. സമയം നോക്കി 9:22, 9:45 ക്ലാസ്. പിന്നെ ഒരു ജെറ്റ് വിട്ട പോലെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പറ. ഇങ്ങനെയാണ് പൊതുവേ പോകാറ്. മുടിയിരുന്ന പരിപാടി എനിക്കില്ല. പണ്ട് തുടങ്ങി അപ്പനെ അതിന് ചീത്ത പറയാറുള്ളതാണ്. മുറി പൂട്ടി ഇറങ്ങി താക്കോല് റിസപ്ഷനിൽ കൊടുക്കേണ്ടതാണ്. കണ്ടില്ലേ, നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടില്ല, തണുപ്പാണ്. പ്രത്യേകതരം കാലാവസ്ഥയാണ്. സൂര്യൻ അവിടെ നിന്ന് കത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് പയ്യെ ക്ലാസ്സിലേക്ക് പോകാനുള്ള അടുത്ത പരിപാടി നോക്കാം. ട്രാമിലാണ് ഞാൻ പൊതുവേ പോകാറ്. ചില സമയത്ത് നടക്കാറുണ്ട്, ചില സമയത്ത് സൈക്കിളിലും പോകാറുണ്ട്, ചില സമയത്ത് ബസ്സിലും പോകാറുണ്ട്. ഇന്നിപ്പോൾ ട്രാമാണ്. നമുക്ക് എല്ലാത്തിലും പോകണതൊക്കെ കാണിച്ചു തരാം. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ സിഗ്നൽ പച്ചയാവട്ടെ, എന്നിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് ബാക്കി പരിപാടി. അപ്പം എൻ്റെ സൈഡിൽ കൂടെ ഒരു ബസ് എന്നെ ഇപ്പോൾ കൊണ്ടുപോകും എന്ന രീതിയിൽ അങ്ങോട്ട് പോയായിരുന്നു. ഇപ്പോൾ കോളേജ് എത്തി കേട്ടോ. കോളേജൊക്കെ ഞാൻ പിന്നീട് വിശദീകരിച്ച് കാണിച്ചു തരാം. ഇത് കോളേജിൻ്റെ പരിസരമാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഈ സ്റ്റെപ്പ് മുഴുവൻ കയറണം. കാരണം ക്ലാസ് ഇരിക്കുന്ന 3ാമത്തെ നിലയിലാണ്. ഈ ഒരു ബിൽഡിങ്ങിന് മാത്രം ലിഫ്റ്റ് ഇല്ല. കഷ്ടം തന്നെ അല്ലേ. പിന്നെ സ്റ്റെപ്പ് കയറട്ടെ. സ്റ്റെപ്പ് കയറുന്നു, മുകളിലേക്ക് എന്ന രീതിയിൽ അങ്ങനെ അവസാനം ക്ലാസ്സിലെത്തി. ക്ലാസ്സിലേക്ക് കയറുന്ന സമയം അപ്പുറത്തെ ചെറിയ തിരക്കുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറ. ഇതൊരു സംഭവമാണ് എന്തായാലും. അപ്പോൾ ക്ലാസ് തുടങ്ങി. ഇനി ക്ലാസ് തന്നെ ഒരു 2.5-3 മണിക്കൂർ. ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. പിന്നെയും ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോട്ടെ. അപ്പോൾ ശരി, ഇനി പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നു എന്നൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. എന്താണെന്നല്ലേ, ഇതിനിടയ്ക്ക് ഞാൻ ഷോപ്പിങ്ങിന് പോയായിരുന്നു. അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ടോർട്ടില്ല ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കുപ്പിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ കോൺസെൻട്രേറ്റ്. അപ്പോൾ ശരി, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി സ്ഥിരമായി വീഡിയോ ഇടാം എന്നുള്ള ഒരു ചെറിയൊരു പ്ലാനിലാണ്. എന്താവും എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ പറ്റാവുന്നത്ര ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് ഈ റൂമിലിരുന്ന് തന്നെയാണ് വീഡിയോ എടുക്കൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി സ്ഥിരമായി പുറത്തിറങ്ങി തെണ്ടി തിരിഞ്ഞ് നല്ല കിടിലൻ വീഡിയോസ് നിങ്ങൾക്കും ഇഷ്ടാവുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനീഷ്യലി കുറച്ച് ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞൊന്ന് തിരുത്തി തന്നാൽ അത് അതിനനുസരിച്ച് മാറ്റാം. പിന്നെ ഓഡിയോയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പലരും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഇത്തിരി സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചതുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് വരെ മേടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ ഓഡിയോയുടെ കാര്യം ഇനി സെറ്റായിരിക്കും. ഈ പറയുന്ന കാറ്റും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായി വീഡിയോ ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഡെയിലി വ്ളോഗ് സെറ്റപ്പാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വീഡിയോ ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ആകെ ക്ലാസ്സിൽ പോവും, തിരിച്ച് വരും, അത് കഴിഞ്ഞ് ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവും. അതിനപ്പുറത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇതിൽ ഒരു ഇത്തിരി എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തി ഇതൊരു സ്ഥിരമായൊരു ഹാബിറ്റ് പോലെ ആക്കിയെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്ലസ് പരീക്ഷയുടെ ട്രോമയിൽ നിന്നും ഓവർകം ചെയ്യാൻ ഞാൻ പലതും കാട്ടിക്കൂട്ടി. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം. പലതും കാട്ടിക്കൂട്ടി, ഒക്കെ ചീറ്റിപ്പോയി. കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങുകയും ചെയ്തു. കാശ് ലക്ഷങ്ങൾ ഇറങ്ങി. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കുറച്ച് വായിച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഡു സംതിങ്. അങ്ങനെ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ഡെയിലി വ്ളോഗിങ്. നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇവിടെ പോളണ്ടിൽ നടക്കുന്നത്. ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഇന്ത്യൻ ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ ഞാൻ പോകണം, എന്തൊക്കെ ഓരോ ദിവസം ഫേസ് ചെയ്യണം, ഇവിടെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ട്രാമിൽ പോണ പരിപാടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണോ നടക്കുന്നത്. 24 മണിക്കൂറുണ്ടല്ലോ. 24 മണിക്കൂറിൽ ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുമെന്നാണ്
എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഡെയിലി വ്ളോഗ്സ് എടുത്ത് എനിക്ക് ഒരു ശീലവും ഇല്ല. അപ്പം അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും എല്ലാം കാണും. സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ സന്തോഷം. പിന്നെ തെറ്റുകൾ പറഞ്ഞു തന്നാൽ തിരുത്താം. കാരണം ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ട് ലൈക്ക് ഈ വീഡിയോ എഡിറ്റിങ്ങിനും പരിപാടികൾക്കും വേണ്ടിയിട്ടൊരു 3 മണിക്കൂർ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു റെഗുലർ സ്റ്റുഡൻ്റാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ്. ശനി ഞായർ ജോലിക്ക് പോകുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പം എൻ്റെ ഉള്ളത്. അതിനിപ്പോൾ ഒരു അടുത്ത കാലത്തൊന്നും മാറ്റം വരാൻ സാധ്യതയില്ല. അതിൻ്റെ കൂടെ പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ഇവിടുത്തെ ചിലവിൻ്റെ ആയാലും ശരി, ഇപ്പോൾ ഇവിടുത്തെ ടാക്സിൻ്റെ ആയാലും അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഇനിയിപ്പോൾ വേറൊരു ചാനൽ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അവകാശങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ബട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എന്നെ തന്നെ ഒന്ന് എന്താ പറയുക എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് വിൽ ബി അവർ ഫസ്റ്റ് വ്ളോഗ് 1. എൻ്റെ വോയിസ് ഇപ്പോൾ ഈ പറയുന്ന സെറ്റപ്പിൽ എങ്ങനെയുണ്ടെന്നും കൂടി പറയണം. കാരണം അതിപ്പോൾ മേടിച്ച് ഞാൻ ഇത് പഠിച്ചിട്ട് വരണേ ഉള്ളൂ. 2-3 ദിവസം പുറത്തൊക്കെ പോയി നട റോട്ടിലൊക്കെ നിന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആകെപ്പാടുള്ള പ്രശ്നം ഇതിൻ്റെ പെട്ടിയും സാധനവും ഇവിടെ തണുപ്പായതിൻ്റെ വലിയ കയ്യിൽ നിന്ന് ടപ്പ എന്ന് പറഞ്ഞ് താഴെ വീഴുന്നുണ്ട്. യെസ്, അതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ അധികമൊന്നും പ്ലാൻ ചെയ്തില്ല. കാലത്തൊട്ട് ഇത്രയും വരെയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുഡായിട്ട് ഇന്ന് എനിക്ക് കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടോർട്ടില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ചോറുണ്ടാക്കാൻ മടിയായിട്ടാണ്. അതൊക്കെ നമുക്ക് വഴിയെ കാണാമല്ലോ, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണമായി കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് 3 ടോർട്ടില്ലയാണ്. അപ്പോൾ 3 ടോർട്ടില്ല എടുക്കുന്നു, മടക്കുന്നു. പിന്നെ എപ്പോഴും ടോർട്ടില്ല നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇത് കല്ല് പോലെ ഇരിക്കും കേട്ടോ. അപ്പം അത് ചെയ്യുക. ബാക്കിയുള്ള ഞാൻ ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഞാൻ തന്നെ കഴിച്ചു തീർക്കും, വിശപ്പ് കാരണം കാലാവസ്ഥ മാറുമ്പോൾ എനിക്കെന്തോ വിശപ്പ് കൂടുതലാണ്. പിന്നെ കറിയായിട്ട് നമുക്കിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ ഒരു ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീർപ്പിച്ചിട്ട് അതിൻ്റെ കറി ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ ആഘോഷകരമായി 2ാമത്തെ ദിവസമാണ് ചെറുപയറിൽ. എന്താ അല്ലേ? സോ ചെറുപയറാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത്. ഇനി വൈകുന്നേരം ചെറുപയർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ ഡിന്നർ ഇന്നത്തെ കാണിക്കാൻ പോകുന്നില്ല, കാരണം ടോർട്ടിലും ചെറുപയറും ആവാനാണ് സാധ്യതയുള്ള. അപ്പം ഇനി ഇതിൻ്റെ കൂടെ ഇത് മാത്രമായിട്ട് കഴിച്ചാൽ വലിയ സുഖമില്ല. അതായത് ചെറുപയറും ടോർട്ടില്ലേ, നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി കയറ്റും. ഒരു സവോള ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ചടപടേ നല്ല കുനുകുനൂന്ന് ഇങ്ങോട്ട് നുറുക്കുക. പകുതി സവോള മതി കേട്ടോ, ആർഭാടോ അല്ലെങ്കിൽ. സവോള കൂടിയായാലും പ്രശ്നമാണ്, നിങ്ങൾക്കറിയാലോ. അധികമായാൽ അമൃതും വിഷമാണ്. അതേപോലെ തന്നെയാണ് സവോള അധികം കൂടി കഴിഞ്ഞാൽ സവോള കുത്തു വരും. അപ്പോൾ ഒരു പകുതി സവോള എടുക്കുക, അതിനകത്തേക്ക് ഒരു ഇച്ചിരിക്കോളം ചൊറുക്കുക. എന്തുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ ഒഴിക്കുന്നത് വെച്ചാൽ പാത്രം എടുത്താൽ പാത്രം ഞാൻ തന്നെ കഴുകേണ്ടി വരും. ഇത്തിരി ചൊറുക്ക അങ്ങോട്ട് ഒഴിച്ചിട്ട് അവിടെ അത് വെച്ചിട്ട് ഒന്ന് പയ്യെ ഒന്നിങ്ങനെ ചടന്ന് പറഞ്ഞ് വെച്ചിട്ട് വെക്കുക. ഇതിൽ പല കുറ്റങ്ങളും കുറവുകളും കാണും, കാരണം ഞാനൊരു പ്രൊഫഷണൽ അല്ല. ബട്ട് സെറ്റപ്പ് പരിപാടി നിങ്ങളും ചെയ്ത് നോക്കിക്കോ. വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ മതി. ഞാൻ പാത്രം എടുക്കാത്തതിൻ്റെ കാരണം പാത്രം കഴുകേണ്ട ഒരു കട്ടിംഗ് ബോർഡും കഴുകേണ്ടി വരും. ഇത് കട്ടിംഗ് ബോർഡിൽ തന്നെ ചെയ്തിട്ട് കട്ടിംഗ് ബോർഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ അറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം എന്താ ലാഭം? പാത്രം കഴുകുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വിദേശത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതൊക്കെ സെറ്റപ്പ് ആയിക്കോളും, ശീലമായിക്കോളും. അപ്പോൾ ഇതിന് കഴുകുക, ബാക്കി പരിപാടി കഴിഞ്ഞു. നിങ്ങളെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണം, അല്ലെങ്കിൽ ഭയങ്കര ബോറിങ് പരിപാടിയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ ഒന്ന് നമ്മുടെ എംബ്രാൻ്റെ പരിപാടികളുണ്ട്. ഞാനാണ് ഇവിടെ എംബ്രാൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. അതൊന്ന് പ്ലസ് എപ്പോൾ തുറന്നാലും അങ്ങനെ കൊന്നു ഇങ്ങനെ കൊന്നു എന്നും പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഒരു പയ്യൻ്റെ ഭാര്യനെ അടിച്ചങ്ങോട്ട് കൊന്നു. എന്തത്? ഇതേ പയ്യൻ്റെ കൂട്ടുകാരൻ 1 മാസം മുന്നെങ്ങാണ്ട് അമ്മേനെ കൊന്നു.
അപ്പം അവരുടെ ബന്ധുക്കൾ ഓൾറെഡി കംപ്ലൈൻറ്റ് ചെയ്തതാണ്. അതായത് ഈ കൂട്ടുകാരാണ് മൊത്തം പ്രശ്നവും കാര്യങ്ങളും. അതുപോലെ ഈ പറയുന്ന മരിച്ച ഭാര്യ ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും ചെയ്തതാണ്. ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിയിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല. പൊതുസമൂഹം മുൻകൈയെടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇതിപ്പോൾ ഞാനും 2K ആണ്. ഇപ്പോൾ 2K ആണുള്ള മൊത്തം പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ബോർഡറിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാട്ടിലെ ബാക്കി പ്രശ്നങ്ങളുടെ കാര്യം ഓർത്താലും സിനിമയാണല്ലോ പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനില്ല. എന്നല്ല, പറയണമെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെന്തായാലും പറ എന്തൊക്കെ ന്യൂസുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. പിന്നെ നമുക്കും ഇതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്ന് സംസാരിക്കാം. ശീലമില്ലാത്തതുകൊണ്ട് എങ്ങനെയാവും എനിക്കറിയില്ല. ചിലപ്പോൾ വായിലെന്താ വരണമെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറുപയറെടുക്കുക, കുറച്ച് സവാള എടുക്കുക, സെറ്റാ കഴിക്കുക. അങ്ങനെ പോയാൽ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറിലോ ഡിസ്നിയോ ഏതെങ്കിലും കാണാം. ഓക്കെ, ബൈ.